ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. നമ്മൾ നീലിൽ പോയപ്പോൾ സീഷോറിന്റെ സൈഡായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റോളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി ക്രൗഡും. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാ. പോയി നോക്കുമ്പോൾ ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നു സെല് ചെയ്യാനായിട്ട്. റെഡ് സ്നാപ്പർ, വൈറ്റ് സ്നാപ്പർ, ലോബ്സ്റ്റർ, പ്രൗൺസുകൾ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. അതിൽ പാതി ഐറ്റംസിന്റെ പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഒരു സിംഗിൾ ഫിഷിന് 600, 700, 1500 അതിന് എബോ വരെ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. നമ്മളൊരു വൈറ്റ് സ്നാപ്പർ മേടിച്ചു കേട്ടോ. നമ്മൾ 700-നാണ് കേട്ടോ ഇവനെ മേടിച്ചത്. നമ്മൾ ഏത് ഫിഷ് മേടിച്ചാലും അത് അവർ തന്നെ ക്ലീൻ ചെയ്ത് ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ അത്രയും ക്രൗഡ് കണ്ടതും. ഇതേ നമ്മുടെ വൈറ്റ് സ്നാപ്പറാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫിഷ് നന്നായി ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അവരുടെ മസാലക്കൂട്ടും എല്ലാം തന്നെ നന്നായി തേച്ച് പിടിപ്പിച്ച് മിക്സ് ചെയ്യുന്നതും എല്ലാം തന്നെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കടലിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നീലിൽ പോകുന്ന ഒരു മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും. ഇതേ അപ്പം നമ്മുടെ വൈറ്റ് സ്നാപ്പർ കുക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. ഫിഷ് ഗ്രില്ലാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഓയിൽ ഫ്രീയും ആണ്. അപ്പോൾ ടേസ്റ്റി മാത്രമല്ല ഹെൽത്തി കൂടിയാണ്. നമ്മുടെ നാട്ടിലെ കടലിൽ സോൾട്ട് വാട്ടർ ആണെങ്കിൽ ഇവിടെ സോൾട്ട് ആൻഡ് സ്വീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ഫിഷ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ കിട്ടില്ല കേട്ടോ. കാണാൻ ഒരുപോലെ ഇരിക്കുകയാണെങ്കിലും ടേസ്റ്റിന് ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് അത്ര അവർ ഇത്ര റേറ്റ് വാങ്ങുന്നതും. എന്നിട്ടും അത് മേടിച്ച് കഴിക്കാൻ ആളുകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും ദൂരത്ത് വന്ന് പിന്നെ ഇതെല്ലാം ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം അല്ലേ. അങ്ങനെ നമ്മുടെ വൈറ്റ് സ്നാപ്പർ ഓൾമോസ്റ്റ് റെഡിയായി. അവൻ ഫുള്ളായിട്ട് കുക്കായി കഴിഞ്ഞു. ഫോയിൽ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു മസാലയുടെയും പിന്നെ വാഴയിലയില്ല കേട്ടോ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിൻ്റെയും എല്ലാം കൂടി ഒരു നല്ല സ്മെല്ലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വൈറ്റ് സ്നാപ്പർ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടോ. പിന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ലൊരു കിഡിലൻ ടൊമാറ്റോ ചട്നിയും ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് സവാള, ടൊമാറ്റോ പിന്നെ ലെമണും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ വീഡിയോ കാണാൻ നിങ്ങൾ ആരെങ്കിലും നീലിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് കാണുന്നവരിക്കും. ഇറ്റ്സ് മീ നീതു സൈനിങ് ഓഫ്. ബൈ. ലവ് യു ഓൾ.